ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സനാസ് ബ്യൂട്ടി ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്കിൻ ട്യൂണറാണ്. അപ്പോൾ ഈ ഒരു ട്യൂണർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്യൂണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചെറിയ പൊട്ടറ്റോയാണ്. അപ്പോൾ പൊട്ടറ്റോ വെച്ചിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്യൂണറാണ് കാണിക്കുന്നത്. നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു പൊട്ടറ്റോ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ട്യൂണർ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ട്യൂണർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അധികം വെള്ളമൊന്നും വേണ്ട, കാരണം നമുക്കിത് ഒരുപാട് നാളൊന്നും സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല, കേടായി പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളം എടുക്കുക. അതുപോലെ തന്നെ ചെറിയൊരു പൊട്ടറ്റോ എടുത്താൽ മതി, വലിയ പൊട്ടറ്റോ ഒന്നും എടുത്ത് എടുക്കണ്ട, ഒരു പീസ് മതിയാവും. അപ്പം നമുക്ക് ഇനി ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും ഈ ഒരു പൊട്ടറ്റോയുടെ ആ ഒരു പേസ്റ്റും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊട്ടറ്റോയുടെ നീര് മാത്രം എടുത്തിട്ട് ഈ വെള്ളത്തിൽ ചേർത്ത് തിളപ്പിച്ചാലും മതി. ഇതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി നമ്മുടെ ഒരു ട്യൂണർ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പുതിനയിലയാണ്. അപ്പോൾ ഈ ഒരു ട്യൂണറിന് നല്ലൊരു സ്മെല്ല് കിട്ടാനും അതുപോലെ കുറച്ചും കൂടി നല്ല എഫക്റ്റീവ് ആവാനായിട്ട് വേണ്ടിയാണ് പുതിനയില ചേർക്കുന്നത്. പുതിനയില നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷനൊക്കെ മാറാനായിട്ടും അതുപോലെ പിമ്പിൾസ് മാറാനായിട്ടൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പുതിനയില. അപ്പോൾ ഈ ഒരു ഇലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നാരങ്ങയുടെ നീരാണ്. നന്നായിട്ട് ആ പുതിനയിലേക്ക് വാടി തിളച്ച് വരുമ്പോൾ ലാസ്റ്റ് മാത്രം ഈ ഒരു നാരങ്ങയുടെ നീര് ചേർക്കുക. നാരങ്ങ നീര് ചേർത്തിട്ട് ഒരുപാട് നേരം ഒന്നിട്ട് തിളപ്പിക്കണമെന്നില്ല. അപ്പം പുതിനയിൽ നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രം നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് തിളപ്പിക്കുക. ഒരു പകുതി നാരങ്ങയുടെ നീര് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്യൂണർ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് എന്താ പറയുക, ആ പുതിനയിലേക്ക് വാടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കിൻ ട്യൂണർ എന്ന് പറയാനായിട്ട്. നമ്മുടെ എന്താ പറയുക, വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയതും നന്നായിട്ട് നമ്മുടെ മുഖത്തെ പാടുകളും അതുപോലെ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി മുഖം നന്നായിട്ട് നിറം വെക്കാൻ സഹായിക്കുന്നതായ ഒരു ട്യൂണറാണിത്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ട്യൂണർ ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണ്, കാരണം പലർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യമാണ് ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിന് നല്ലതാണെന്ന്. അപ്പോൾ ഈ ഒരു ട്യൂണർ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങൾ മുഖത്തെ ആ പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മങ്ങിപ്പോയി മുഖം നിറം വെക്കും. അപ്പോൾ ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിലായിട്ട് സൂക്ഷിച്ച് വെക്കുക. ഈ ഒരു ട്യൂണറിൽ ഉരുളക്കിഴങ്ങിൻ്റെ ഒപ്പം അത് പുതിനയിലയുടെ അതുപോലെ നാരങ്ങയുടെയും കൂടി എഫക്റ്റ് വരുന്നതുകൊണ്ട് വളരെയധികം യൂസ്ഫുള്ളാണ് സ്കിന്നിന്. പിന്നെ ഈ ഒരു ട്യൂണർ ഉപയോഗിച്ചിട്ട് പരമാവധി വെയിലത്ത് ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം നാരങ്ങ നീരുണ്ട്, ചിലപ്പോൾ കരുവാളിപ്പ് വീഴും മുഖത്ത്. അപ്പം മാക്സിമം രാത്രി അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. പകൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, അധികം വെയിലത്തൊന്നും ഇറങ്ങാതിരുന്നാൽ മതി. അപ്പോൾ ഈ ഒരു ട്യൂണർ നിങ്ങൾക്ക് എന്താ പറയുക ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീട്ടിലെന്തായാലും ഈ ഉരുളക്കിഴങ്ങ് നാരങ്ങയോ അതുപോലെ എന്താ പറയുക മിൻറ്റ് ലീവ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു ട്യൂണർ ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ വ്യത്യാസം എന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള കൊച്ചു ബെൽ ബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ടിപ്പുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം.